ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ഷവർമ്മയാണ്. അപ്പോൾ ഷവർമ്മ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണല്ലേ. അപ്പോൾ ഷവർമ്മ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണം, പിന്നെ കുറച്ച് കൂടുതൽ ജോലി എടുക്കണം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയാണ് ചെയ്യുന്നത്. ഈ ഷവർമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഷവർമ്മ റൊട്ടി ഉണ്ടാക്കേണ്ട, കുബൂസും അങ്ങനെ ഒന്നും വേണ്ട. നമുക്കിതൊരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമ്മ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 200 ഗ്രാം ബോൺലെസ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നല്ലൊരു കളറും പിന്നെ കുറച്ചൊരു എരിവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിവിടെ മാറ്റി വെക്കാം. ഈ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ സോയാ സോസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പാൻ കേക്ക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്കിൻ്റെ ഒക്കെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കില്ല. അപ്പോൾ അതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1/2 കപ്പ് മൈദ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് 2 പാൻ കേക്ക്സ് ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഈ 200 ഗ്രാം ചിക്കൻ വെച്ചിട്ട് ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 4 ഷവർമ്മയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഷവർമ്മ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഫില്ലിങ് മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ഇത്ര ഫില്ലിങ്ങിലേക്ക് 1 കപ്പ് മൈദ വെച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കിയാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ ഈ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എത്തുകയും ചെയ്യും. പിന്നെ ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക്സ് കിട്ടും. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 തവണ ഇത് ഇഴഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന പോലെ റൂം ടെമ്പറേച്ചറിൽ എടുക്കുകയാണ് നല്ലത്. ഞാനിപ്പോൾ ഫ്രിഡ്ജിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഈ കോഴിമുട്ട 2 നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പൗഡർ മിക്സ് ഉണ്ടല്ലോ, മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ച് ഇപ്പോൾ നമ്മുടെ ബാറ്റർ നോക്കുമ്പോൾ ബാറ്റർ നല്ല തിക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഒരുപാട് ഓയിൽ പുരട്ടരുത് കേട്ടോ. ഒരുപാട് ഓയിൽ പുരട്ടിയാൽ നമ്മുടെ പാൻ കേക്ക്സിൻ്റെ അടിഭാഗം മുരിഞ്ഞു പോകും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണമെങ്കിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. അപ്പോൾ നോക്കൂ, നമ്മുടെ പാൻ കേക്ക്സ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക്സ് ആണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ ബാറ്റർ വെച്ചിട്ട് ഒന്നും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ
ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഓയിൽ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഏകദേശം ഈ ചിക്കൻ ഒന്ന് കുക്കായി വരുന്ന സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചൂട് പോയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും 2 ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലാ വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാലും ചിക്കൻ അതിനേക്കാളും ഉണ്ടാവണം കേട്ടോ, എങ്കിലേ നമ്മുടെ ഷവർമ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും 2 ടേബിൾ സ്പൂൺ വീതം ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മയോണൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രീമി ആയിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മയോണൈസും കൂടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പാൻ കേക്ക് ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ വേണമെന്നൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് മയോണൈസ് തന്നെ മതിയെങ്കിൽ മയോണൈസ് വെച്ച് കൊടുത്താലും മതി. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഫില്ലിങ്ങിൻ്റെ മുകളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നില്ല, ഓൾറെഡി നമ്മൾ ഈ ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണല്ലേ. നമ്മൾ സാധാരണ ഷവർമ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് എത്ര സമയം വേണം? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്